നക്ഷത്രത്തെ പിന്തുടർന്ന് യാത്ര ചെയ്ത ജ്ഞാനികൾ ഹീറോദേസിന്റെ കൊട്ടാരത്തിലാണ് ആദ്യം എത്തിയത്. എവിടെയാണ് യഹൂദരുടെ രാജാവ്? അവനെ ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഹെറോദേസ് പരിഭ്രാന്തനായി. ജെറുസലേം മുഴുവൻ അസ്വസ്ഥമായി. നിയമജ്ഞർ, പ്രധാന പുരോഹിതന്മാർ എല്ലാവരെയും വിളിച്ചു വരുത്തി. വരുവാനിരിക്കുന്ന രക്ഷകൻ ജനിക്കേണ്ടത് എവിടെയെന്ന് അന്വേഷിച്ചു. പണ്ഡിതർ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ താളുകൾ പരതി. കൃത്യമായി തന്നെ സ്ഥലം പറഞ്ഞുകൊടുത്തു: ബെത്ലഹേം. ശിശു വളർന്നു വന്നാൽ തന്റെ സിംഹാസനം തകരുമെന്ന് അയാൾ ഭയപ്പെട്ടു. രക്ഷകനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ സ്വന്തം അധികാരം ഉറപ്പിക്കുന്നതിലായിരുന്നു അയാളുടെ ശ്രമം. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ് ലോകമെമ്പാടും. രാഷ്ട്രത്തലവന്മാർ കൊല ചെയ്യപ്പെടുന്നു. ഭരണാധികാരികൾ അട്ടിമറിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ മൂല്യബോധമില്ലാതെ കാലുമാറ്റം നടത്തുന്നു. അധികാരം കിട്ടിയവർ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു. അധികാര മത്സരത്തിൽ ബലിയാടാക്കപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരും. യുദ്ധങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും മനുഷ്യക്കുരുതികളുടെയും പരമ്പര സൃഷ്ടിക്കുന്നത് അധികാരമോഹമത്രേ. എന്നാൽ രാജാവായ യേശു മനുഷ്യവർഗത്തിനു വേണ്ടി സ്വയം ബലിയായി തീരുകയായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് അവിടുത്തെ ഭരണം. ശക്തി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് അവിടുന്ന് ഭരിക്കുന്നത്.